ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL മിനി ഓപ്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും വിശദമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നടത്തിയിട്ടുള്ള ചില വമ്പൻ നീക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതെ, പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഓസ്ട്രേലിയൻ യുവ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. IPLന്റെ ചരിത്രത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഓവർസീസ് പ്ലെയറായി കൊണ്ട് കാമറൂൺ ഗ്രീൻ മാറിയിരിക്കുകയാണ്. വമ്പൻ പോരാട്ടത്തിനൊടുവിൽ 25 കോടി 20 ലക്ഷം രൂപ എന്ന വമ്പൻ തുക കൊണ്ടാണ് KKR യുവ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കിയത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ നീക്കം തന്നെയാണ്. ഈ ഒരു ഓപ്ഷനിലെ ആദ്യ സെറ്റിൽ തന്നെയായിരുന്നു കാമറൂൺ ഗ്രീന്റെ പേര് വിളിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് വേണ്ടി ആദ്യമായി പാഡിൽ ഉയർത്തിയത് KKR തന്നെയായിരുന്നു. പിന്നാലെ മുംബൈ ഇന്ത്യൻസും ഓസീസ് ഓൾറൗണ്ടറിനായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്കറിയാലോ, മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സിൽ പണം വളരെ കുറവാണ്. 2.5 കോടി ആയപ്പോൾ തന്നെ അവർ പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടെ കാമറൂൺ ഗ്രീന് വേണ്ടി രാജസ്ഥാൻ റോയൽസും ആ ഒരു ഓപ്ഷനിൽ പങ്കുചേരുന്നു. അതെ, KKRും അതേപോലെ RRും തമ്മിലാണ് പിന്നീട് അംഗം സംഭവിക്കുന്നത്. ഒടുവിൽ 13 കോടി 60 ലക്ഷം രൂപയ്ക്ക് KKR ആ ഒരു ബിഡ് ഉറപ്പിക്കുകയാണെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് CSKയുടെ ഒരു മാസ് എൻട്രിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ KKR തന്നെ ഒടുവിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയെങ്കിൽ കൂടി വലിയ പിടിവാശിയാണ് പിന്നീട് ഈ ഒരു താരത്തിനായി KKRും അതേപോലെ CSKയും നടത്തിയിട്ടുണ്ടായിരുന്നത്. കാമറൂൺ ഗ്രീന്റെ മൂല്യം ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 25 കോടി 20 ലക്ഷം രൂപയിൽ നിൽക്കവേ ബിഡ് ലോക്കാവുകയായിരുന്നു. തുടർന്ന് വിളിക്കാൻ തങ്ങളില്ലെന്ന് അറിയിച്ചതോടുകൂടെ CSK പിന്മാറിക്കൊണ്ട് KKR തന്നെ കാമറൂൺ ഗ്രീൻ എന്ന യുവ ഓൾറൗണ്ടറെ സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റൊരു വലിയ നീക്കം എന്തെന്ന് വെച്ചാൽ KKR അതെ മദീഷ പതിരാനയെ 18 കോടി രൂപയ്ക്ക് വിളിച്ചെടുത്തിരിക്കുന്നു. അതും ഒരു വലിയ ബിഡ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. 18 കോടി. യെസ്, ഈ ഒരു ഓപ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും അധികം പണവുമായി ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുത്ത ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അതേപോലെ തന്നെ പിന്നീട് കോടികൾ വാരിയെറിഞ്ഞുകൊണ്ട് 2 വമ്പൻ താരങ്ങളെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതും. 2 കോടി രൂപയ്ക്ക് ഫിൻ അലനെ കൂടി KKR ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നല്ല നീക്കമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. KKRന്റെ ഈ ഒരു ഓപ്ഷനിലെ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.